ഫിസിക്കലായി ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നേരത്തെ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ അതിന് താഴെയായി ഇപ്പോൾ മണ്ണിളക്കിയുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ മണ്ണിളക്കി മാറ്റുകയാണോ അതോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്തുകയാണോ എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ആ ഭാഗത്തുള്ള ചളി കോരി പുറത്തേക്കിടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ മുകൾ ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന മണ്ണ്, ഈ പുതഞ്ഞു കിടക്കുന്ന മണ്ണ്, വാഹനത്തിൻ്റെ മുകളിൽ ഒക്കെ പുതഞ്ഞു കിടക്കുന്ന മണ്ണ് ഒരു പക്ഷേ താഴോട്ട് ഇളക്കി വിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ താഴെ ഭാഗത്ത് പരിശോധന നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ മണ്ണിളക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു സ്പോട്ട് അവിടെ ഉള്ളതായി നമുക്ക് നേരത്തെ വിവരം ലഭിച്ചിട്ടില്ല. പിന്നെ ആ രീതിയിൽ മാത്രമായിരിക്കണം ഒരു പക്ഷേ അവിടെ ഈ പരിശോധന നടത്തുന്നത്, തെരച്ചിൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ 3 JCBകൾ ഉപയോഗിച്ച്, ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് ഇതിന് സമാന്തരമായി തന്നെ മുഴുനീളെ ഈ റോഡിലെ സമാന്തരമായി മുകൾ വരെ ഒരേ നിലയിൽ അഭിലാഷ് തരുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ അർജുന്റെ ലോറി കണ്ടെത്തിയ ഭാഗം, അർജുന്റെ ലോറി സ്പോട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് മുകളിലുള്ള ഏരിയ, ഈ ഒരു ഏരിയയിലെ മണ്ണ് ഇപ്പോൾ താഴേക്ക് ഇത്രയും ഭാഗമെങ്കിലും എടുത്തു നീക്കണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഈ JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം ഇപ്പോൾ 3 യന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അഭിലാഷ് നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ഈ 3 യന്ത്രങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ഈ മണ്ണു നീക്കം പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും. നമുക്കിപ്പോൾ